എത്തിയതാണ്. അപ്പൊ ഈ സിനിമയില് പ്രത്യേകം എന്ന് വെച്ചാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു താരമാണ് സൂര്യ. അറിയാലോ, കഴിഞ്ഞ എല്ലാ സിനിമകളും അദ്ദേഹത്തിന് ചെയ്തിരിക്കുന്ന എല്ലാ പെർഫോമൻസും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ബോബി ഡിയോൾ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സോൾജിയറും ഗുപ്തൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ആരാധനയോടെ കണ്ടിരുന്ന ആ ബോബി ഡിയോളിൻ്റെ ഒരു മികവറ്റ വേഷം ഈ സിനിമയിലുണ്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കലാസംവിധാനം, സെറ്റിട്ടിരിക്കുന്ന കലാസംവിധാനം അത് വേറെ ലെവലാണ്, മാസ് ലെവലാണ്. പിന്നെ ഫൈറ്റ് ആണെങ്കിലും പാട്ടാണെങ്കിലും BGM ആണെങ്കിലും ഡയറക്ഷൻ ശിവസാറിൻ്റെ ഒരു പൊന്തുവൽ തന്നെയാണ് സിനിമ. പിന്നെ രാവിലെയൊക്കെ ഒന്ന് ഭയങ്കര തിരക്കായിരുന്നു. സൂര്യബാൻസിൻ്റെ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അതെ തന്നെ, ഒരുപാട് പേര് വന്നു. ഹൗസ്ഫുള്ളായിരുന്നു പടം. എന്തായാലും എല്ലാ തിയേറ്ററിലും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് പ്രദർശനം തുടരുകയാണ്. എല്ലാവരും ഏറ്റെടുത്തൊരു മൂവിയാണ്. അത് വേറെ നെഗറ്റീവ് അടിക്കുന്നവരോട് ഒരു കാര്യമുള്ളൂ. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുകയാണ്, സൂര്യ എന്ന് പറയുന്ന മാസമാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് അടിച്ചാലും പോസിറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി കാണിക്കും നെഗറ്റീവ് പറയും, പക്ഷേ ഇതൊരു പോസിറ്റീവാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ വേഷം ഒരു പോസിറ്റീവാണ്. അതുപോലെ ഗംഭീരമായിട്ട് സൂര്യ പെർഫോമൻസിന് വാൾഫൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കുതിരപ്പുറത്ത് പോകുന്ന പിന്നെ പെരേര ഒന്ന് പേടിച്ചോട്ടോ മുതലേനെ കണ്ട് കെട്ടിപ്പിടിച്ച് ചോരാണ്ട പേടിയാണ്. ചോരാണ്ട പേടിയാണ്. ബ്രൈറ്റിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ബ്രൈറ്റിനെ പേടിച്ച്. അലിയേട്ടന്റെ പെണ്ണാൻസിയിലെ ഡയറക്ടർ ബ്രൈറ്റ് അതിവിടെ ഓണത്തിനിടയ്ക്ക് കൂട്ടിച്ചല്ല. ഇത് ചോദിക്കണ കങ്കൂടെ റിവ്യൂ കഴിക്കണത്. മറ്റേ ഒരു മാസ് ക്ലാസ് എന്റർടൈൻമെന്റിലാണ്. ഒരു പയമ തോന്നിക്കുന്നുണ്ട്. നമ്മളിപ്പോ പഴശ്ശിരാജയൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ, ആ ഒരു ഫീൽ ഈ പടങ്ങൾ നമുക്ക് ഞാൻ ഇവിടെ ലേഖയിൽ നമ്മുടെ ബൈച്ചേട്ടൻ അപ്പുറമേ കൊണ്ടുപോയി. അങ്ങനെ ഉണ്ട്. ഇതിലിപ്പോ അപ്പുറമൊന്നും വേണ്ടല്ലോ തന്നെ. ഇതിൽ എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ് അല്ലേ സൂര്യ സാർ ചെയ്തിരിക്കുന്നത്? ബാലസാറിന് അനിയനാന്ന് അറിയാലോ. അതൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, കാർത്തി സൂര്യ കോംബോ. അതെല്ലാവരും പ്രതീക്ഷിക്കുന്നു. അത് എല്ലാ വാർത്തകളിലും വന്നാണ് കാർത്തി സൂര്യ കോംബോ. അപ്പം അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്തായാലും അതിനായിട്ടും കാത്തിരിക്കുകയാണ്. കാരണം അനിയനും ചേർന്നുള്ള ഒരു മത്സരം, അതിനോട് വെയിറ്റ് ചെയ്യുക. റോളക്സ് ദില്ലിനൊക്കെ വെട്ടിക്കോ? ഏത് റോളക്സ് ദില്ലി കോംബോ വെട്ടിക്കോ? പിന്നെ തീർച്ചയായിട്ടും വെട്ടിക്കോ. എല്ലാത്തിനും വെട്ടിക്കുള്ളൂ. തകർത്താടുകയെന്ന് തന്നെ പറയും. അത് തന്നെ, തകർത്താട് ആറാട്ട് മാറിയില്ലേ, ഇപ്പൊ തകർത്താടുകയെന്നാക്കിയില്ലേ. എന്നാലും ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് കൊടുങ്കാറ്റെന്ന് തന്നെ പറയാം. അതിന്റെ പെർഫോമൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. മുഖത്തിന്റെ ഒരു ഭവ്യതയും കാര്യങ്ങളും ഉണ്ടല്ലോ, ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളും, ഓരോ മേക്കപ്പ് ഉണ്ടല്ലോ. കണ്ണാന്ന് സൂര്യയുടെ കണ്ണുകൊണ്ടാണ് അഭിനയിക്കുന്നുണ്ട്. മുതലയുടെ കണ്ണ് എങ്ങനെയാണ്? മുതലയുടെ കണ്ണ് കണ്ടില്ലോ, കണ്ണട ചിരിക്കാറുണ്ട്. എത്ര നേരം കണ്ണടച്ച്? ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും? ഔട്ട് ഓഫ് 5 4.2.5. നീ പഠിച്ചു വെച്ചാണ് പേപ്പർ നോക്കി പറയുന്നത്. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് മറ്റേ കുട്ടികൾക്ക് കളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കളിക്കാം. കണ്ണടച്ചിരിക്കണം. 18 വയസ്സ് കഴിയാത്ത കുട്ടികളെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് കണ്ടിരിക്കും. എന്നാലും ബോബി ഡിയോൾ സാറിന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഹിന്ദി ബുദ്ധ കണ്ടല്ലേ സോൾജിയറൊക്കെ. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി കൊള്ളാൻ എന്തായാലും പേര് ഞാനല്ല വില്ലൻ, ബോബി ഡിയോൾ. വില്ലൻ കൊള്ളാന്ന് പറഞ്ഞാൽ മതി. എന്നാലും ബോബി ഡിയോൾ സൂര്യ കോംബോ അടിപൊളി. നായികയുടെ അത് അവരോട് ചോദിക്കണോ? എനിക്ക് അറിയാമെന്ന് ചോദിച്ചാ പേര് കാണിച്ചായിരുന്നു തിയേറ്ററിൽ. പേരെന്തായിരുന്നു? ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്ത് നോക്കി. മനസ്സിലായോ? പുള്ളിക്കാരുടെ അഭിനയം നല്ലതാന്ന് പറഞ്ഞ പുതുമുഖമാണ്, ഇതുവരെ കണ്ടിട്ടില്ല. ലൊക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
ലൊക്കേഷനൊക്കെ ഡിഫറെന്റ് അല്ലല്ലോ. അത് ആദ്യം മറ്റേ വരുന്ന ആ ഒരു കാറാണ്. കാറ് പിന്നെ ഒരു കാര്യം എന്നത്തെ പറയാം, പബ്ബ് ഒരു കാര്യം പറയണ്ട, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പേര് സിനിമകൾ തമിഴ് സിനിമയിൽ പോകുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളും പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന എല്ലാവർക്കും തുല്യ പ്രധാനമുള്ള വേഷമാണ് അവർ നൽകിയിരിക്കുന്നത്. ആ കാര്യം പ്രത്യേകിച്ച് പറയണം. കാരണം എന്ന് വെച്ചാൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് പല ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ ആ ഡയറക്ടർ ശിവസാറ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു നന്ദി സൂചകമാണ്. കാരണം എന്ന് വെച്ചാൽ ദൂരെ പോയി നിൽക്കുന്ന രീതിയിലാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു ഡയലോഗ്സ്, ഒരു ക്ലോസ് സീന് എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. കങ്കുവ വേറെ ലെവലാണ്. നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവ് തന്നെ പറയും. കാരണം പോകാൻ ലെവലാണ്. അത് തന്നെ. എന്തായാലും സൂര്യ അടിപൊളി.